ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നല്ല മാമ്പഴ സീസണാണല്ലേ, അപ്പോൾ നമുക്ക് മാമ്പഴം വെച്ചിട്ട് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനാദ്യം മാമ്പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ജാറിലേക്ക് ആവശ്യത്തിന് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകമല്ല ചെറു ജീരകമില്ലേ, അതിൻ്റെ പൊടി കുറച്ച് അല്പം മതി, ഒരുപാടായി പോകരുത്. എന്നിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നല്ല തൈരാണ്. അധികം പുളി വേണ്ട, എന്നാൽ അത്യാവശ്യം തൈര് വേണം എടുക്കാനായിട്ട്. അത് ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. വെണ്ണ പോലെ, ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. ഇനി നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിക്കാം, കറിവേപ്പിലയും വറ്റൽമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. മാമ്പഴം ഇനി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു അല്പമേ ചേർക്കാവുള്ളൂ, കാരണം മഞ്ഞ കളർ പോയി ചുമന്ന കളറായി പോകരുത്. നല്ല നാടൻ മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറല്ല, സാധാരണ മുളക് പൊടി വേണം ചേർക്കാൻ. അതൊരല്പമേ ചേർക്കാവുള്ളൂ. ഇനി അതിലേക്ക് നല്ല വെണ്ണ പോലെ അരച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് ജാറൊന്ന് നമ്മളൊന്ന് കഴുകി ഒന്ന് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ നല്ലപോലെ തൈര് ഒന്ന് മിക്സഡ് ജാറിലിട്ട് ഒന്ന് ഉടച്ച് കട്ടയൊക്കെ കളഞ്ഞ് നമ്മൾ ആ തൈരും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലായിരിക്കണം തീ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മാമ്പഴം വരട്ടുന്ന സമയത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ചേർക്കാനുള്ള ചേരുവകൾ എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് തിള പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരുപാട് തിളയ്ക്കരുത്, പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പം ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇതുപോലെ തിളയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്താൽ നല്ല രുചിയുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി നല്ല മധുരവും നല്ല ഉപ്പും അത്യാവശ്യം എരിവും ഒക്കെയുള്ള പുളിയും ഒക്കെയുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ബൈ.